ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റ് 2026 റീനീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ജൂൺ 21-നാണ് എക്സാം വരുന്നത്. അപ്പോൾ മക്കളൊക്കെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഓൾസോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ഞങ്ങൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. സോ another important update has come for NEET 2027 aspirant. NEET 2027 എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻജി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നീറ്റ് 2027 ഓൺലൈൻ മോഡായിരിക്കും, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ JEE എക്സാം നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ഇനി നീറ്റ് എക്സാമും നടത്തപ്പെടുക. ഇത് കേട്ടപ്പോൾ മുതൽ ഒരുപാട് കുട്ടികളിൽ ഒരുപാട് ടെൻഷനും ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരിക്കും, ഒരു ആങ്സൈറ്റി ഉണ്ട്. കാരണം നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത രീതിയോ ഇതുവരെ എക്സാം എഴുതിയ രീതിയോ അല്ല ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഒന്ന് നോക്കാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രോസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നീറ്റ് 2026-ലും അതിന് മുമ്പുള്ള നീറ്റ് എക്സാമുകളും ഒക്കെ നടന്ന പേപ്പർ ലീക്കേജ്, ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് നിങ്ങൾ അറിഞ്ഞു. എല്ലാ വർഷവും തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ്, ഒരു സൊല്യൂഷൻ ആയിട്ടായിരിക്കും അവർ ഈ ഒരു രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്കിതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. ആൻഡ് മേ ബി വി ക്യാൻ എക്സ്പെക്ട് ലെസ് എറേഴ്സ് ഇൻ ടേംസ് ഓഫ് കണ്ടക്ഷൻ. അതായത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതിയിലും ഇപ്പം പേപ്പർ ലീക്കേജ് അതേപോലുള്ള കുറേ ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഓൾസോ മക്കൾ റോൾ നമ്പർ ഒക്കെ എൻട്രി ചെയ്യുമ്പോഴുള്ള റോൾ നമ്പർ മാറിപ്പോവുക, തെറ്റായി പോവുക, അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ നമുക്ക് ഇതിലൂടെ ഒരുപാട് അവോയ്ഡ് ചെയ്യാം. പിന്നുള്ളൊരു എറർ ആയിരിക്കും നിങ്ങൾ ആൻസർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഓഫ്ലൈൻ മോഡിൽ എഴുതുമ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസർ അവിടെ തന്നെ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. നിങ്ങൾ ആ ആൻസറിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യാനായിട്ട് അവർ ഡോട്ട് ഇട്ട് വെച്ചാൽ പോലും അത് OMR ഡിറ്റക്ട് ചെയ്യുക, അതൊരു എറർ ആയിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് യു വിൽ ഓൾവേസ് ഹാവ് ആൻ ഓപ്ഷൻ. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ, ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് യുവർ ആൻസർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ ആ ഒരു ഓപ്ഷൻ നല്ലതായിരിക്കും, അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ computer based test will be more accurate in terms of time, in terms of results. ഒരുപാട് അക്യുറസിയിൽ, അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന ഒരു ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി പെട്ടെന്ന് ആൻസേഴ്സ് സോൾവ് ചെയ്ത് പോകാനും പറ്റും. പിന്നെ ഈ ഒരു കേസിൽ ഒരുപാട് എക്സാം സെൻറ്റർ റിലേറ്റഡ് ഇഷ്യൂസ് വരാറുണ്ട്. അതായത് കുട്ടികൾക്ക് ഒരുപാട് ദൂരത്ത് എക്സാം സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്തൊക്കെ എത്തുന്നു, ഭയങ്കര ടയേർഡ് ആവുന്നു. ആൻഡ് എക്സാം സെൻറ്ററിലാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ചൂട്, ഇൻവിജിലേറ്റേഴ്സ് കറക്റ്റ് സമയത്ത് പേപ്പർ തന്നില്ല, അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് സംസാരിച്ചിരുന്നു, അപ്പോൾ നിങ്ങളത് ഡിസ്റ്റർബ് ചെയ്തു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ഒരുപാട് ഇഷ്യൂസ് മേ ബി ത്രൂ ദിസ് യു ക്യാൻ അവോയ്ഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിപ്പം ഓൺലൈൻ ആണെങ്കിലും അവർ പറയുന്ന സെൻറ്ററിലായിരിക്കില്ലേ മിസ് എക്സാം, ഇതൊക്കെ ഉണ്ടാവില്ലേ? നോ, ഡെഫിനറ്റ്ലി നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ മോഡിൽ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു കോൺസ് നോക്കുകയാണെങ്കിൽ, അതായത് കുറച്ച് പേർക്കെങ്കിലുള്ള ഒരു കൺഫ്യൂഷനാണ്, ഇപ്പം ഓൺലൈൻ മോഡ് ആണെങ്കിൽ പോലും ഈ പേപ്പറൊക്കെ ഈസി ആയിട്ട് ഹാക്ക് ചെയ്തൂടെ, ഡിജിറ്റൽ ഇൻഫർമേഷൻ അല്ലെ ഹാക്ക് ചെയ്യാനും അത് എടുക്കാൻ എളുപ്പമല്ല എന്നുള്ളത്. നമ്മളിപ്പം ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ചോർത്തിയെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ എയ്തർ വേസ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്രാവശ്യം ഓൺലൈൻ മോഡിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ അവർ ഫോളോ ചെയ്യും. അങ്ങനെ ഒരുപാട് എറേഴ്സ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്കുള്ള ഒരു സംശയമാണ്, എഴുതിക്കൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാണ്ടായാലോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വന്നാലോ, സിസ്റ്റം ലാഗ് ആയാലോ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. this is going to be conducted by the NTA conduct ചെയ്യുന്ന എക്സാം ആണ്. അപ്പം എനിത്തിങ് റിലേറ്റഡ് ടു ദി എക്സാം, എനി ഇഷ്യൂ ദാറ്റ് യു ഫേസ് ഇൻ ദി എക്സാം ഹോൾ, ദേ വിൽ ബി ആൻസറബിൾ ടു ഇറ്റ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലാഗ് ആയാലും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ലോഡ് ആയില്ലെങ്കിലോ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും സിസ്റ്റം റിലേറ്റഡ് എറേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടൈം എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അവർ തരും. പിന്നെ മക്കൾക്കുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആണ്, മിസ്സേ ഞങ്ങൾ ഇത്രയും നാൾ പഠിച്ചതും എഴുതിയതും ഒക്കെ പെൻ ആൻഡ് പേപ്പർ മോഡാണ്, ഓഫ്ലൈൻ എക്സാംസ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് ഞങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഞങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആകുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഓൾറെഡി ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. ആൻഡ് ഓൾസോ
ഇപ്പോൾ Xylem മീൻസ് ആണെങ്കിൽ മക്കൾ ഓൾറെഡി നമ്മുടെ ആപ്പ് ത്രൂ എഴുതുന്നത് ഫുള്ള് ഓൺലൈൻ എക്സാം ആണ്, CBT എക്സാം ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആപ്പിൽ തന്നെ ഒരുപാട് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇൻഫിനിറ്റി പ്രാക്ടീസ് ഉണ്ട്. ഇതിലൂടെ ഒക്കെ നിങ്ങൾ ഓൺലൈൻ മോഡിലാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും ഓൺലൈൻ മോഡിലാണ് എക്സാം എഴുതുക. മോക്ക് എക്സാമുകൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് എഴുതിയിട്ടുണ്ടാകും. സോ ഇനി അങ്ങോട്ടേക്ക് NEET 2027 ബാച്ചിൻ്റെ പ്രിപ്പറേഷൻ ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈൻ മോഡിലും നിങ്ങൾക്കായിട്ട് മോക്ക് എക്സാമുകൾ നടത്തും. അപ്പോൾ അതായത് ഒരു NEET എക്സാം ഹാളിൽ, എക്സാം സെൻറ്ററിൽ, കമ്പ്യൂട്ടറിൽ നിങ്ങൾ എങ്ങനെയാണോ ഇത് എഴുതുന്നത് ആ ഒരു എൻവറോൺമെൻറ്റ് നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു CBT എക്സാം തന്നെ മോക്ക് എക്സാം നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്ത് വന്നാലും നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് സൈലത്തിൻ്റെ എൻറ്റയർ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. വി അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, വി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് ആൻഡ് വി ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു പ്രിപ്പയർ ഇൻ ദ റൈറ്റ് വേ ഫോർ ദി അപ്കമിങ് എക്സാംസ്. അതിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സെറ്റാക്കുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് വറി, ലെറ്റ്സ് ടേക്ക് ദിസ് ഇൻ ദ പോസിറ്റീവ് വേ. CBT മോഡ് വരികയാണെങ്കിൽ ഇങ്ങനെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും എറേഴ്സും കോൺട്രവേഴ്സീസും നമുക്ക് നെക്സ്റ്റ് ഇയർ മുതൽ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ NEET 2027 ആസ്പിരൻസ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. നിങ്ങൾക്ക് റൈറ്റ് ടൈമാണിത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. 2026 റീനീറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ 2027 ക്ലാസ്സസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ മോഡിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഓൺലൈൻ എക്സാമുകളും എഴുതും. ഇനി 2026 റീനീറ്റുകാർ നമുക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്കുള്ള മാരത്തോൺ ലൈവുകളും ക്ലാസ് റൂമുകളും ഒക്കെ കൃത്യമായിട്ട് കണ്ട് എൻറ്റയർ സിലബസ് റിവൈസ് ചെയ്ത് നമുക്ക് എക്സാം ഹാളിലേക്ക് പോവാം. സോ ഡോണ്ട് വറി, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ആർ ഹിയർ വിത്ത് യു, വി ആർ ഹിയർ ടു സപ്പോർട്ട് യു. വിഷ് യു ദ വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക്.